ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിങ്. അതെ ഗൈസ്, ഇന്ന് നമുക്ക് എന്റെ ബർത്ത്ഡേ കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതെ, ഈ രണ്ട് കവറിലെ ഡ്രസ്സാണ് എനിക്ക് ഇത്തവണ ഏറ്റവും കൂടുതൽ കിട്ടിയത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ, ഒട്ടും ലാഗടിപ്പിക്കണ്ട അല്ലേ, വായോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് വന്നിട്ട്. ഇതെനിക്ക് അമ്മ വാങ്ങി തന്ന ഗിഫ്റ്റ് ആണ് വീട്ടിൽ നിന്ന്. ഇത് ഒരു ഡാർക്ക് പിങ്ക് കളറില് ഒരു എന്താ പറയാ ഗോൾഡൻ കളർ ലീഫ് ഒക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് കുർത്തയാണ്. നല്ല കുർത്തയാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുർത്തയാണ്. ഒരു മെറ്റീരിയൽ ആണിത്. കാര്യം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും എന്റെ ഒരു എന്താ പറയാ ഗെറ്റ് റെഡി വിത്ത് മീ, അതുപോലെ എന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ. അപ്പൊ അതിലൊക്കെ ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു കുർത്തയാണ്. ഞാനിത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കളറോ ഒന്നും ഇളവുന്നില്ല. നല്ല എന്താ പറയാ നല്ലൊരു കുർത്തയാണ് കേട്ടോ. ഇട്ടാലും നല്ല എന്താ പറയാ നമുക്ക് എന്റെ പേഴ്സണലി എന്റെ ഫേസ് കുറച്ച് എടുത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇട്ടപ്പോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി സെക്കൻഡ് ഗിഫ്റ്റ് കണ്ടാലോ. ഇത് വന്നിട്ട് ഈ ഒരു സവാനയുടെ പാക്കിംഗിലാണ് ഗൈസ്. ഇതെനിക്ക് എന്താ പറയാ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആണ്. ഈ ഗിഫ്റ്റ് എനിക്ക് ഏട്ടൻ തന്നൊരു ഡ്രസ്സാണ്. ഇത് ഞാൻ തന്നെ നോക്കി വെച്ചൊരു ഡ്രസ്സാണ് ഏട്ടൻ എനിക്ക് മേടിച്ചു തന്നിട്ടുള്ളത്. ഇത് ഞാൻ നോട്ടമിട്ട് വെച്ചൊരു ഡ്രസ്സാണ്. ഇത് വന്നപ്പോ ഞാൻ ഞെട്ടി. സോ ഈ ഒരു ഗിഫ്റ്റ് എന്താ പറയാ ഇതിന്റെ ഒരു പ്രത്യേക അൺബോക്സിങ് ഞാൻ നടത്തുന്നതായിരിക്കും ഗൈസ്. പ്രത്യേക ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇട്ടൊക്കെ കാണിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഇതൊരു പ്രിൻസസ് വൈബ് ഒക്കെ തരുന്ന ഒരു ഡ്രസ്സാണ്. സോ ഞാൻ ആദ്യമായിട്ടല്ല അല്ലെങ്കിൽ സവാനയുടെ ഒരു അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഒരു എന്താ പറയുക ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ സവാന അൺബോക്സിംഗ് ആയിട്ടൊക്കെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാം. എനിക്ക് ഇവരുടെ ഈ ഒരു കവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കവർ ഞാൻ കളയത്തില്ല. അപ്പൊ ഇതാണ് ആ ഒരു ടോപ്പ്. ഈ ഒരു ഡ്രസ് ഇതൊരു ഫ്രോക്കാണ് കേട്ടോ. ഇതൊരു എന്താ പറയാ ഇത് എനിക്കറിയില്ല, എനിക്ക് വാക്കുകളില്ല വിവരിക്കാൻ. കാര്യം ഇതൊരു ഫേവറേറ്റ് ഒരു വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ച സാധനമാണ് ഗൈസ്. ഇതാണ് ഫ്രോക്ക് വന്നിട്ട്. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി ഇതിന് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല എന്താ പറയാ ഇതിനൊരു പേര് പറയും, തുണിക്ക് എന്തോ ഒരു പേര് പറയും, പക്ഷെ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഡ്രസ് ഒരു പ്രിൻസസ് വൈബ് ഒക്കെ തരുന്ന ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് ഈ ഒരു പെയറാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഈ ഒരു ടോപ്പാണ്. ഇത് പെപ്ലം ടോപ്പാണ് കേട്ടോ. പെപ്ലം എന്നല്ലേ പറയാറ്. ഇത് ബ്രൗൺ കളറിൽ വരുന്ന ഒരു പെപ്ലം ടോപ്പാണ്. ഇത് അടിയിൽ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് വരുന്ന ഒരു എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണ്. ഇത് എനിക്ക് കുഞ്ചു ഗിഫ്റ്റ് ചെയ്തതാണ്. കുഞ്ചു അഞ്ജലി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോ അതിന്റെ കൂടെ പെയർ ആയിട്ടൊരു പാന്റും ഉണ്ട് കേട്ടോ. ഇത് ക്രീം കളർ പാന്റാണ്. നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സൂപ്പർ മെറ്റീരിയൽ. അപ്പുറത്ത് പോക്കറ്റ് ഒക്കെ വരുന്ന നല്ലൊരു എന്താ പറയാ പാന്റ് ആണ്. ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ്. ചൂടൊന്നും എടുക്കത്തില്ല കേട്ടോ. നല്ലൊരു ക്രീം കളറാണ്. ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ ക്രീം കളർ കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രീം കളർ പാന്റ് ആണ്. അതിനോടൊപ്പം പെയർ ചെയ്യാനാണ് ഈ ഒരു ബ്രൗൺ കളർ ടോപ്പാണ്. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. അതുപോലെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഈ കളറും എനിക്കില്ല കേട്ടോ. ഈ കളർ എനിക്ക് ഇതൊരു മേടിക്കണമെന്നും പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളർ ടോപ്പ്. സോ ഫൈനലി എനിക്ക് കിട്ടി ഗൈസ്. അപ്പൊ ഇതാണ് അടുത്ത ഗിഫ്റ്റ്. സോ ഇനി നമുക്ക് അടുത്തത് തുറന്നു നോക്കിയാലോ. ഇത് വന്നിട്ട് നല്ലൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ഇത് ഗൗരി രേവതി കൂടി ചേർന്നിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. ഗൗരി രേവതി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞങ്ങളുടെ ആഗ്ര ടീമിനെ കുറിച്ച്. സോ അവർ അയച്ചു തന്നിട്ടുള്ള ഗിഫ്റ്റ് ആണിത്. അപ്പോ ഇത് വന്നിട്ട് നല്ലൊരു ക്രോപ്പ് ടോപ്പാണ്. നല്ലൊരു പീച്ച് കളറാണ്. ഇല്ലേ, പീച്ച് എന്നല്ല ഇനി പറയുന്നത്. നിങ്ങൾക്ക് കമന്റ് ചെയ്യണേ. അപ്പോ പീച്ച് കൈൻഡ് ഓഫ് കളറിൽ വരുന്ന ഇവിടേക്ക് തന്നെ ലെഗീസ് വർക്ക് ഒക്കെ വന്നിട്ട് ബട്ടൺസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണിത്. സോ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതുപോലെ നല്ല കളറും. ഗൈസ്, ഇതാണ് അടുത്ത ഗിഫ്റ്റ് വന്നിട്ട്. ഇത് അഞ്ജലി ഗൗരി രേവതി ഞങ്ങളുടെ ആഗ്ര ടീം. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും അല്ലെ. ഓക്കെ, ഞങ്ങളുടെ ആഗ്ര ടീം അത് തന്നെ. അവര് മൂന്നുപേരും കൂടി ചേർത്ത് തന്ന ഒരു കോമൺ ഗിഫ്റ്റ് ആണിത്. അപ്പോ ഇതെങ്ങനെയുണ്ട്? ഇതെനിക്ക് ഇല്ലാത്ത കളറാണ്. ഇതൊരു ഫ്രോക്കാണ് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന മുകൾ പോർഷനിൽ എലാസ്റ്റിക് വരുന്ന കൈയുടെ എവിടെയും എലാസ്റ്റിക് വരുന്ന നമ്മുടെ നെക്ക് പോർഷനിലും എലാസ്റ്റിക് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. അതുപോലെ ഇവിടെ ട്രാൻസ്പെറന്റ് ആണ്. അങ്ങനൊരു കൈൻഡ് ഓഫ് ഫ്രോക്ക് ആണ്. ഇത് നല്ല തുണി കേട്ടോ. ഇട്ടാൽ നല്ല സുഖമുണ്ട്. അപ്പോ ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ ഇതാണ്. അങ്ങനെ ഇതാണ് അടുത്ത ഗിഫ്റ്റ്. കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അടുത്ത ഗിഫ്റ്റ് വന്നിട്ട് ഈ ഒരു ടീഷർട്ട് ആണ്. ഈ ഒരു ടീഷർട്ട് എനിക്ക് ഏട്ടന്റെ ഫ്രണ്ട് മനുചേട്ടനും വൈഫ് അനുചേച്ചി ആയിട്ട് എടുത്ത് തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ഗ്രേ കളറിലെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് പ്രിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ അതേ നോക്ക്, ഗോൾഡൻ ഈ ഒരു ഗ്രേ കളർ ഗോൾഡൻ കളർ പ്രിന്റ് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഗിഫ്റ്റ്. അതുപോലെ നമ്മുടെ മൂന്നാമത്തെ ഗിഫ്റ്റ് വന്നിട്ട് ഈ ഒരു ടീഷർട്ടാണ്. ഈ ഒരു സ്കൈ ബ്ലൂ കളർ ടീഷർട്ടാണ്. ഇതും ഏട്ടന്റെ ഫ്രണ്ട്സ് വന്നപ്പോ കൊണ്ടുവന്നതാണ്. അപ്പോ നല്ല ഇവിടെ ഒരു പോക്കറ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഇതാണ് മൂന്നാമത്തെ ഗിഫ്റ്റ് വന്നിട്ട്. അപ്പൊ എനിക്ക് ഏട്ടനും ഇതിപ്പോ ഒരു കപ്പിൾ ഡ്രസ്സൊക്കെ ഇടാം, കാരണം ഏട്ടനും ഇതുപോലത്തെ സെയിം ഒരു കളർ ഷർട്ട് ഉണ്ട്. അപ്പൊ ഇതും സ്റ്റുഡിയോന്നാണ്, ടാഗൊന്നും പൊട്ടിച്ചിട്ടില്ല. അടുത്ത ഗിഫ്റ്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഏട്ടന്റെ ഫ്രണ്ട് രമേശ് ഏട്ടനും അതുപോലെ അഹല്യ ചേച്ചി, ഏട്ടന്റെ വൈഫ് അഹല്യ ചേച്ചി കൂടി ചേർത്ത് തന്ന ഗിഫ്റ്റ് ആണ്. ഇത് ഇപ്പൊ നിങ്ങൾ ഈ മഞ്ഞ കളർ നോക്കണ്ട, ഇവിടുത്തെ ചൂടിൽ ചെറുതായിട്ട് അതൊന്ന് ഇങ്ങനൊന്ന് ഇതായതാണ്. ഇത് എന്താ പറയാ, ഞാൻ ഒരു 2 ദിവസം വെള്ളം ഒഴിച്ചില്ല ഗൈസ്. അപ്പൊ അതിന്റെതാണ് ഇതിൽ കാണുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഇൻഡോർ പ്ലാന്റ് വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ ഒരെണ്ണം ഉള്ളത് കരിഞ്ഞു പോയി ഗൈസ്. അപ്പൊ എനിക്ക് ഒരെണ്ണം വേണം എന്നുണ്ടായിരുന്നു. സൂക്ഷം പോലെ അവരെനിക്ക് എനിക്ക് ഈ ചട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ചട്ടിയാണ്, നല്ല എന്താ പറയുക മാർബിൾ കൈൻഡ് ഓഫ് ഉള്ള ചട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടേ. അപ്പൊ ഇതാണ് അടുത്ത ഗിഫ്റ്റ്. ഇത്രയും ഗിഫ്റ്റ്സ് ആണ് എനിക്ക് ബർത്ത്ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന് പുറമെ എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാരും വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊക്കെ കഴിച്ചു തീർത്തു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ടാറ്റാ.